നമുക്കേ ഇന്നൊരു കിഴങ്ങിട്ട ചിക്കൻ കറി വെക്കാം. ചിക്കൻ കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ വെച്ചിട്ട് കിഴങ്ങ് കൂടെ ഇട്ട ചിക്കൻ ഒന്ന് കുഴിപ്പിക്കാമെന്ന് വെച്ചാൽ അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ആദ്യം നമ്മൾ ഇച്ചിരി കടുവും ഉലുവയും വറ്റൽമുളകും ഒക്കെ ഇട്ട് കടുവ് വറുത്ത് കുറച്ച് മസാല, പൊടിക്കാത്ത മസാല കൂട്ടും കൂടി ഇടണം. ഇട്ടിട്ട് കുറച്ച് കറിവേപ്പില എല്ലാം ഇട്ട് നല്ല മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ചുവന്നുള്ളി ഇട്ടിടും. ചുവന്നുള്ളിയുടെ പുറകെ തന്നെ നമ്മുടെ സവാള, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം ഇട്ട് നന്നായിട്ട് മൂപ്പിക്കണം. കിഴങ്ങും ഇട്ട് നന്നായിട്ട് വഴറ്റണം. വഴന്ന് വരുമ്പോഴത്തേക്ക് പൊടികളായ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി എല്ലാം ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ തക്കാളിപ്പഴം ഇട്ട് നന്നായിട്ട് യോജിപ്പിക്കണം. അതിനകത്തോട്ട് നമ്മുടെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കറി കൊണ്ടിട്ട് നന്നായിട്ട് അത് ഇളക്കി യോജിപ്പിച്ച് വെക്കുക. അതൊന്ന് അടച്ച് വെച്ചിട്ട് കഴിയുമ്പോഴത്തേക്ക് നല്ല തന്നെ വെള്ളം ഊറി വരും. പ്രത്യേകിച്ച് വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. വെന്തതിന് ശേഷം നമുക്ക് ഇച്ചിരി വെള്ളം അത് വെച്ച് നന്നായിട്ട് വെള്ളം ഊറുന്നതിന് ശേഷം, വെള്ളം കുറവാണെങ്കിൽ മാത്രം നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് അത് പിന്നെ കുറച്ച് അവസാനം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ഇളക്കി വാങ്ങാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്. അത് ശേഷം നമുക്ക് നല്ല റോസ്റ്റായിട്ട് വെച്ചാൽ മതി. അതായിരിക്കും ഇച്ചിരി നല്ല ടേസ്റ്റ്. ആ കിഴങ്ങിൻ്റെ കൊഴുപ്പൂടെ കിട്ടി കഴിയുമ്പോഴത്തേക്ക് നല്ല രുചിയുള്ള ചിക്കൻ കറി, നല്ല കൊഴുപ്പുള്ള ചിക്കൻ കറി കിട്ടും. നമുക്ക് ചിക്കൻ കുറവാണെങ്കിൽ 2 കിഴങ്ങ് കൂടെ ഇടുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം ചിക്കൻ കറിയായി.